ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ചിക്കൻ കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരെ വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 വിസിൽ വെച്ചത് ഇത്തിരി വേവ് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 വിസിലോ 2 വിസിലോ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കർ പുതിയതായതുകൊണ്ട് തന്നെ ഇത്തിരി വേവ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചിക്കനാണ് കേട്ടോ, ആവശ്യത്തിനുള്ള ചിക്കന് എല്ലില്ലാത്ത കഷ്ണം എടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അതിലും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് അതും ചിക്കനും വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ക്രഷാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവോളയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ക്രഷാക്കി എടുത്ത ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അല്പം എണ്ണ കയ്യിൽ തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് റസ്കോ ബ്രെഡോ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ടയും പിന്നെ അല്പം മൈദാമാവും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ കട്ട്ലൈറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കട്ട്ലൈറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.